2036 ഒളിമ്പിക്സ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, രാജ്യത്തിന്റെ ഓരോ കോണിലുമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തി അവരെ നമ്മുടെ കായിക മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഖേലോ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഡയലോഗിലാണ് പ്രധാനമന്ത്രി യുവാക്കളുമായി സംവദിക്കവേ ഇത്തരത്തിലുള്ള കായിക മേഖലയുടെ പുരോഗതി സംബന്ധിച്ചുള്ള ആശയങ്ങൾ പങ്കുവച്ചത്. അതേക്കുറിച്ചുള്ള വാർത്ത കാണാം. കായിക മേഖലയിലെ വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന പദ്ധതിയായ ഖേലോ ഇന്ത്യയെ പുതിയ ഘട്ടത്തിലേക്ക് നയിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ക്രിക്കറ്റ് ഉൾപ്പെടെ ഏതാനും കായിക ഇനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രവണത മാറണമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കൂടുതൽ കായിക ഇനങ്ങളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് മോദി വ്യക്തമാക്കി. രാജ്യത്തെ കായിക മേഖലയെ കൂടുതൽ വിപുലപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. जब मैं स्पोर्ट्स की बात करता हूं तो ये केवल मेडल जीतने तक सीमित नहीं है। ये विकसित भारत के निर्माण में भारत की खेल शक्ति और भारत की युवा शक्ति को एक साथ जोड़ने का अभियान है। मैं हमेशा कहता आया हूं, जो खेले वो खिले, और खेल में खिलना सिर्फ मैदान पर जीतना नहीं है। खेल में खिलना मतलब व्यक्तित्व का खिलना, परिवार का खिलना और देश का गौरव बढ़ाना. ഖേലോ ഇന്ത്യ ഡയലോഗിനിടെ യുവാക്കളുമായി സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി രാജ്യത്ത് വിവിധ കായിക ഇനങ്ങളിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്ന് വ്യക്തമാക്കിയത്. ഭാരതം വലിയൊരു കായിക രാജ്യമാകണമെങ്കിൽ കുറച്ച് ജനപ്രിയ കായിക ഇനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ കൂടുതൽ ഇനങ്ങളിലേക്ക് യുവാക്കൾ കടന്നുവരണമെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു. ഖേലോ ഇന്ത്യ പോലുള്ള പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സ്കൂൾ കോളേജ് തലങ്ങളിൽ നിന്ന് തന്നെ കൂടുതൽ കുട്ടികൾ കായിക രംഗത്തേക്ക് എത്തുകയും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജനം, ഡൽഹി.